ഹലോ എവരിവൺ, പ്രിഫേ സ്റ്റഡിയുടെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് +2 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററായ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൻ്റെ 7ാമത്തെ പാർട്ടിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബയോട്ട്-സാവർട്ട് ലോ എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു ബയോട്ട്-സാവർട്ട് ലോ എന്ന് പറഞ്ഞാൽ, ഒരു ലോങ് കണ്ടക്ടർ, ഇതുപോലത്തെ ഒരു ലോങ് കണ്ടക്ടറിൽ ഈ ലോങ് കണ്ടക്ടർ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ചാർജസ് മൂവ് ചെയ്യുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ കൂടി കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജസിൻ്റെ ഫ്ലോ ആണ്. അപ്പോൾ അവിടെ എന്ത് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കണ്ടക്ടറിൽ നിന്നും ഡിസ്റ്റൻസ് അകലെ ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്തു P. അപ്പോൾ ഈ കണ്ടക്ടറിൽ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബയോട്ട്-സാവർട്ട് ലോ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയ പോർഷൻ നമ്മൾ അവിടെ എടുത്തപ്പോൾ ഈ ചെറിയ പോർഷൻ കാരണം ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷനാണ് നമുക്കവിടെ ബയോട്ട്-സാവർട്ട് ലോ പറഞ്ഞത്. അല്ലാതെ ബയോട്ട്-സാവർട്ട് ലോ എന്ത് പറയുന്നില്ല? ഒരു ഫുൾ കണ്ടക്ടറിന്റെ ടോട്ടൽ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ അല്ല ബയോട്ട്-സാവർട്ട് ലോ പറയുന്നത്. ആ കണ്ടക്ടറിന്റെ ചെറിയൊരു പോർഷൻ DL എന്ന് പറയുന്ന ലെങ്ത് ഉള്ള ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ സെക്ഷനിലുള്ള കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് ബയോട്ട്-സാവർട്ട് ലോ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ബയോട്ട്-സാവർട്ട് ലോ ആണ്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഓഫ് ബയോട്ട്-സാവർട്ട് ലോയിൽ ആദ്യം വരുന്നത് നമ്മളൊരു സർക്കുലാർ കണ്ടക്ടറാണ് എടുക്കുന്നത്. ഒരു സർക്കുലാർ ഷേപ്പിലുള്ള കണ്ടക്ടറാണ് എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു സർക്കുലാർ കണ്ടക്ടറാണ് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ സർക്കുലാർ ഷേപ്പിലുള്ള ഈ കണ്ടക്ടറിൽ കൂടി നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ കേസാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ കേസാണ്. അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യാണ്. I എന്ന് പറയുന്ന കറണ്ട് പാസ് ചെയ്യാണ്. എന്തിൽ കൂടി? ഒരു സർക്കുലാർ കണ്ടക്ടറിൽ കൂടി I എന്ന് പറയുന്ന കറണ്ട് പാസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ കണ്ടക്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് അത് സ്മോൾ ലെറ്റർ A ആണ്. ക്ലിയർ? ഈ കണ്ടക്ടറിന്റെ സെന്ററിൽ നിന്നും X ഡിസ്റ്റൻസ് അകലെയാണ് പോയിന്റ് P എന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്ത് കാരണം? ഈ സർക്കുലാർ കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കാരണം ഈ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബയോട്ട്-സാവർട്ട് ലോ എന്ത് പറയുന്നില്ല? ഒരു ടോട്ടൽ കണ്ടക്ടറിന്റെ ഫുൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ല പറയുന്ന, പകരം ഒരു ചെറിയ സെക്ഷൻ എടുത്തിട്ട് ആ സെക്ഷനിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് ആര് പറയുന്ന? ബയോട്ട്-സാവർട്ട് ലോ പറയുന്നത്. അപ്പൊ എനിക്ക് അതല്ല കണ്ടുപിടിക്കേണ്ടത്, ഈ സർക്കുലാർ കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഫുൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് എനിക്ക് കണ്ടുപിടിക്കുന്നത്. ഈ സർക്കുലാർ കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ സർക്കുലാർ കണ്ടക്ടറിന്റെ നമുക്ക് ആ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം ഒരു ചെറിയ സെക്ഷൻ നമുക്ക് ആദ്യം ഇമാജിൻ ചെയ്യണ്ടേ? ഇവിടെ ഞാനൊരു ചെറിയ സെക്ഷൻ ഇമാജിൻ ചെയ്തു. അതിന്റെ അവിടെ ഡിനോട്ട് ചെയ്യുന്ന DL ആണ്. ഇനി ഞാനിവിടെ ഒരു ആരോ കൊടുത്തിരിക്കുന്നു. എന്താണ് ആരോ കൊണ്ട് അർത്ഥമാകുന്നത്? ആ ആരോ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്, പക്ഷെ അത് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഈ DL എന്ന ഈ പോയിന്റിൽ നിന്നും നിങ്ങൾക്ക് നേരെയാണ് വര വരച്ചിരിക്കുന്നത് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ വര വരച്ചത്, അല്ലാതെ സൈഡിലേക്ക് ചരിഞ്ഞല്ല വരച്ചിരിക്കുന്നത്. ഈ DL എന്ന പോയിന്റിൽ നിന്നും എങ്ങോട്ടാണ്? നിങ്ങൾക്ക് നേരെ, അതായത് സ്ക്രീനിൽ നിന്നും വെളിയിലേക്കാണ് ആ വര വരുന്നത് എന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് അങ്ങനെ പറ്റുള്ളൂ, ഇങ്ങനെ വരയ്ക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ DL എന്ന് പറയുന്ന പോർഷൻ ഞാനിവിടെ കൺസിഡർ ചെയ്തു. ഈ DL എന്ന് പറയുന്ന ഈ പോർഷനിൽ നിന്നും P വരെയുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R ആണ്. ക്യാപിറ്റൽ ലെറ്ററിലെ സ്മോൾ ലെറ്റർ R ആണ്. DL എന്ന് പറയുന്ന ഈ ചെറിയ പോയിന്റിൽ നിന്നും P വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ R ആണ്. ഓക്കെ, ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും. ആ ആംഗിള് ഫൈ എന്ന് പറയുന്ന ഒരു ആംഗിൾ ആണ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി, കൺഫ്യൂഷൻ ആക്കരുത്. ഇനി ഞാനൊരു കോൺസെപ്റ്റ് പറയാം.
ഈ ഡി എല്ലും ആറും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എങ്ങനെയാണ് ഞാനത് പറഞ്ഞത്? ഈ ഡി എൽ നിങ്ങൾ സങ്കല്പിക്കുക, നമുക്ക് 3D ആയിട്ടുള്ള ഒരു ഇതായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഈ ഡി എൽ എങ്ങോട്ടാണ്? നിങ്ങൾക്ക് നേരെയാണ്. ഓക്കെ, നിങ്ങൾക്ക് നേരെയാണ് ഏത് ലൈനുള്ളത്? ഈ പച്ച കളറുള്ള ലൈനുള്ളത്. ഇത് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ അതൊന്ന് ഇമാജിൻ ചെയ്യുക, അതിന്റെ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി അല്ല അത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കാം. നമ്മളൊരു പ്ലെയിൻ ഷീറ്റ് പേപ്പർ എടുത്തു. അപ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ലേ ആ പേപ്പർ അവിടെ നിൽക്കുന്നത്? അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? നമുക്കറിയാം ഈ കോർണറിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ അവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ഈ കാണിക്കുന്നത് എന്താണ്? ആറും ഇങ്ങനെ വരുന്നത് എന്താണ്? ഡി എല്ലും. അപ്പൊ നമുക്കവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ ആറും ഡി എല്ലും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ആറും ഡി എല്ലും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇവിടെ ആറും ഡി എല്ലും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണെന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, തീരെ മനസ്സിലാവാത്തവരാണെങ്കിൽ മനസ്സിലാവാൻ പറ്റുന്നവർ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഇവിടെ ഒരു പ്ലെയിൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രതലം. ഓക്കെ, നമ്മൾ ഈ ആറും ഡി എല്ലും തമ്മിൽ കൺസിഡർ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പേപ്പർ വെച്ചെന്ന് പറഞ്ഞല്ലോ. ആ പേപ്പർ എന്ന് പറയുന്ന ഒരു പ്ലെയിൻ ആണ്. അപ്പോൾ ആ പ്ലെയിന് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ആ പ്ലെയിനിന്റെ ചിത്രമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊരു പ്ലെയിൻ ആണ്. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ പ്രതലം. ഓക്കെ, അങ്ങനെ ഒരു ആ പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലാർ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, നമ്മൾ ആ പേപ്പർ നമ്മൾ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേപ്പറിന് പെർപെൻഡിക്കുലാർ ഡയറക്ഷനിലായിരിക്കും. ആരുടെ ഡയറക്ഷൻ? ഡി ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾക്ക് ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എങ്ങോട്ടാണ് ഡയറക്ഷൻ എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിനൊരു പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ടൊരു വര വരച്ചാൽ പോരെ? അതാണ് ഇവിടെ വരച്ചിട്ടുള്ളത്, നമ്മുടെ ഡി ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഈ പ്രതലത്തിന് പെർപെൻഡിക്കുലാർ ആണ്. ഓക്കെ, അപ്പോൾ പെർപെൻഡിക്കുലാർ ആയിട്ടാണ് ആര് നിൽക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി നിൽക്കുന്നത്. അപ്പോൾ അത് നോക്കിയാൽ മതി. ഡി എല്ലും ആറും തമ്മിൽ നമ്മൾ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ആ പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്യാം. ആ പ്ലെയിനിന് എന്തായിരിക്കും? പെർപെൻഡിക്കുലാർ ആയിട്ടായിരിക്കും ആര് നിൽക്കുന്നത്? ഡി ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ആ കോൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ നമുക്ക് ആ പേപ്പറൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാം. ഡി ബി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇനി മറ്റേ നമ്മുടെ ബയോട്ട് സാവർട്ട് ലോ പറയുന്ന ആ ഇക്വേഷൻ നമ്മൾ അവിടെ എഴുതണം. ഡി ബി ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡ് ബൈ 4π ഇൻറ്റു ഐ ഡി എൽ സൈൻ തീറ്റ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഡിറൈവ് ചെയ്തെടുത്തത്. ഓക്കെ, അവിടെ ഐ എന്ന് പറയുന്നത് ഈ കറണ്ട് ആണ്. ഡി എൽ എന്നത് നമ്മൾ ഈ എടുത്ത സ്മോൾ സെക്ഷൻ ആണ്. സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഈ ഡി എല്ലും ആറും തമ്മിലുള്ള മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരുന്നത്? 90 ഡിഗ്രി അല്ലേ? നമ്മൾ ആ പേപ്പറിൽ വെച്ച് കാണിച്ചെന്നില്ലേ? അപ്പോൾ ഡി എല്ലും ആറും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ആ തീറ്റയുടെ സ്ഥാനത്ത് എന്തെന്ന് കൊടുക്കുക? 90 എന്ന് കൊടുക്കുക. ക്ലിയർ? അപ്പോൾ ഡി ബി ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡ് ബൈ 4π ഇൻറ്റു ഐ ഡി എൽ സൈൻ 90 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. എന്താണ് സൈൻ 90? സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ് വാല്യൂ. അത് നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇനി സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഓരോന്നും മനസ്സിലാക്കി പോവുക. അപ്പോൾ നമ്മളിവിടെ സൈൻ 90ക്ക് വാല്യൂ കൊടുത്തു 1. അപ്പോൾ ഇങ്ങനെ വരും ഡി ബി ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡ് ബൈ 4π ഇൻറ്റു ഐ ഡി എൽ ഇൻറ്റു 1. ഐ ഡി എൽ സൈൻ 90 1 ആണ്. അപ്പോൾ ഐ ഡി എൽ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ μ0 ഡിവൈഡ് ബൈ 4π ഇൻറ്റു ഐ ഡി എൽ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്നാണ് നമുക്ക് ഇക്വേഷൻ കിട്ടിയത്. ഓക്കെ, നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ആറിന്റെ വാല്യൂ നമ്മൾ കൊടുക്കും. എങ്ങനെയാണ് ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കുക? നമ്മളിവിടെ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുക. ക്ലിയർ? ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്ക് ആറിന്റെ വാല്യൂ പൈതഗോറസ് തിയറം വഴി കണ്ടുപിടിക്കാം. എങ്ങനെയാണ് പൈതഗോറസ് തിയറം വഴി കണ്ടുപിടിക്കുന്നത്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. മാത്സിലൊക്കെ ചെയ്തിട്ടുള്ളല്ലേ പൈതഗോറസ് തിയറം. അതവിടെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആർ സ്ക്വയറിന്റെ സ്ഥാനം നമ്മൾ എന്തെന്ന് കൊടുക്കും? എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. എന്താ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കൊടുത്തത്? അതായത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നായിരുന്നു ആറിന്റെ വാല്യൂ. നമുക്കിവിടെ 6 എന്നല്ല വേണ്ടത്, ആർ സ്ക്വയർ എന്നാണ് വേണ്ടത്. അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് അങ്ങ് പോവും. മിച്ചമുള്ള അകത്തുള്ള സംഭവം എടുത്ത് എഴുതി എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അങ്ങനെയാണ് അവിടെ കിട്ടിയത്. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, നമുക്കിനി അടുത്ത ഇതിലേക്ക് പോവാം.
ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഡി ബി എ നമ്മൾ എന്ത് ചെയ്യാം, രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്യാനൊക്കെ അറിയാലോ. ഡി ബി എ നമ്മൾ ഇങ്ങനെ രണ്ട് വരയായിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടൊന്നും വരച്ചിട്ട് അവിടെ നമ്മളൊരു ഏത് സൈഡിലാണ്, ഞാൻ ഈ സൈഡിലാണ് ആംഗിൾ ഫൈ ആണ്, ആംഗിൾ ഫൈ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആ ആംഗിളിനോട് ചേർന്ന് കിടക്കുന്ന ലൈൻ ഡി ബി കോസ് ഫൈ, ഇത് ഡി ബി സൈൻ ഫൈ എന്ന് പറയും. ക്ലിയർ? അപ്പോ നമ്മൾ ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച അതേ കാര്യങ്ങൾ ഒന്ന് ഇവിടത്തെ പോയിന്റും കൂടെ കൺസിഡർ ചെയ്ത് അതുപോലെ പറയാം. ഓക്കെ, അപ്പോ നേരത്തെ മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ഒന്നും കൂടെ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ അവിടെ ആ റേഡിയസ് എഴുതി, എ എന്നാണ് അതിന്റെ റേഡിയസ്. നമ്മൾ അവിടെ ഒരു ഈ എ എന്ന് പറയുന്ന ഈ സർക്കുലാർ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ നിന്നും ഈ പോയിന്റ് ഡി എൽ ആണ്. ആ ഡി എല്ലിൽ നിന്നും ആ ഡിസ്റ്റൻസ് അകലെയാണ് പി എന്ന് പറയുന്ന പോയിന്റ് ഉള്ളത്. അപ്പോൾ ആ ഡി എല്ലിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, നമ്മുടെ സ്ക്രീനിന് വെളിയിലേക്കാണ്. അപ്പോൾ ഈ ഡി എല്ലും ആറും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ അത് നോക്കാൻ വേണ്ടി ഒരു പേപ്പർ, നേരത്തെ വെച്ചതുപോലെ ഒരു പേപ്പർ വെക്കുക. ആ പേപ്പർ ഇതൊരു പേപ്പർ ആണെന്ന് തന്നെ കൺസിഡർ ചെയ്യുക. ഓക്കെ, പേപ്പർ നമ്മൾ അവിടെ വെച്ചപ്പോൾ ഇതിങ്ങനെയാണ് ആംഗിൾ, അതേ ഡയറക്ഷൻ തന്നെയാണോ, അതായത് നമ്മുടെ ഇത് തമ്മിലുള്ള ആംഗിൾ എന്താണ്, 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ ആ കോൺസെപ്റ്റ് വഴി നമ്മളവിടെ മനസ്സിലാക്കി ഇത് തമ്മിലുള്ള, അതായത് ഡി എല്ലും ആറും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, പഴയതുപോലെ നമ്മൾ ഇവിടെ ഈ ഡി ബിയുടെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും, ആ പ്ലെയിനിന് നമ്മളവിടെ ഒരു പേപ്പർ വെച്ചല്ലോ, ഈ പേപ്പറിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലാർ ഡയറക്ഷനിലായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. ഇതാണ് ആ പ്ലെയിൻ എങ്കിൽ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലാർ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ആ പെർപെൻഡിക്കുലാർ വരയ്ക്കേണ്ടത്, ഇവിടെ അല്ല. ഇങ്ങോട്ട് നീക്കി ആ നമ്മൾ പെർപെൻഡിക്കുലാർ ആണെന്ന് മനസ്സിലാക്കിയല്ലോ. ഇനി അത് ഇവിടെ ഇങ്ങനെ വരച്ചു വെക്കുക. ഓക്കെ, ഈ പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ വെക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടാണ് ആ ഡി ബി എന്ന് പറയുന്ന ലൈൻ വരുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഡി ബി എ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഡി ബി സൈൻ ഫൈ എന്നും ഡി ബി കോസ് ഫൈ എന്നും നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഓക്കെ, ഫൈയോട് ചേർന്ന് കിടക്കണം. ഫൈ എന്ന് പറയുന്ന ഈ ആംഗിളിന്റെ ചേർന്ന് കിടക്കുന്ന ഡി ബി സൈൻ കോസ് ഫൈ, അതുപോലെ ഫൈ എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ ഡി ബി കോസ് ഫൈ ഇതെടുത്താൽ മറ്റേതെന്തായിരിക്കും, ഡി ബി സൈൻ ഫൈ. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഡി ബി കോസ് ഫൈയും ഡി ബി കോസ് ഫൈയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, സെയിം വാല്യൂ ആണ് എങ്കിൽ അത് കട്ടായി പോകും, അല്ലെങ്കിൽ ക്യാൻസൽ ആയി പോകും. അതായത് ഇത് രണ്ടും സെയിം വാല്യൂ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും, അത് കട്ടായി പോകും. അപ്പൊ അതങ്ങ് കട്ടായി പോയി. മിച്ചം നമുക്ക് ആര് മാത്രമേ ഉള്ളൂ, ഡി ബി സൈൻ ഫൈ മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി ആര് മാത്രം കൊണ്ടാണ് ഉണ്ടാകുന്നത്, ഡി ബി സൈൻ ഫൈ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം, ഡി ബി സൈൻ ഫൈ ഈ കണ്ടുപിടിച്ച ആംഗിള് എന്താണ്, ഡി ബി എന്ന് പറയുന്നത് ആര് മാത്രമായിരിക്കും അവിടെ ഉള്ളത്, ഡി ബി സൈൻ ഫൈ എന്ന ഈ വാല്യൂ മാത്രം കാരണമാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അപ്പൊ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എങ്ങനെ വന്നു, μ0/4π × IdL / a² + x². ഓക്കെ, a² + x² എങ്ങനെ വന്നു, ആണ്. ആറിന്റെ വാല്യൂ √a² + x² ആണ് ഇവിടെ ഉണ്ട്. അതിന്റെ സ്ക്വയർ എടുക്കണം. ഇത് r² എടുക്കുമ്പോൾ റൂട്ട് അങ്ങ് പോവും, ബാക്കിയുള്ള എടുത്തെഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് ആ സ്മോൾ ഈ ചെറിയ പോർഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് കിട്ടിയത്. നമുക്ക് അതാണോ വേണ്ടത്, അല്ല. ഈ സർക്കുലാർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ഫുൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ബി ആണ്. അപ്പൊ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ക്യാപിറ്റൽ ലെറ്റർ ബി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഏത് ക്വാണ്ടിറ്റി കാരണമാണ്, ഡി ബി സൈൻ ഫൈ കൊണ്ട് മാത്രമാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ സമ്മേഷൻ ഓഫ് ഡി ബി സൈൻ ഫൈ ചെയ്താൽ മതിയാവും. ഡി ബി സൈൻ ഫൈ എന്ന ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഏതില്, ഡി എൽ എന്ന് പറയുന്ന ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ഡി ബി ഉണ്ടാകുന്നത് ഏത് ക്വാണ്ടിറ്റി കാരണമാണ്, ഡി ബി സൈൻ ഫൈ എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി മാത്രം. മറ്റത് ക്യാൻസൽ ആയി പോയില്ലേ, ഡി ബി കോസ് തീറ്റ രണ്ടും ക്യാൻസൽ ആയി പോയി. അപ്പോൾ ഡി ബി സൈൻ ഫൈ എന്ന ക്വാണ്ടിറ്റി കൊണ്ട് മാത്രമാണ് ഇവിടെ ഡി ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ സമ്മേഷൻ ഓഫ് ഡി ബി സൈൻ ഫൈ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ വരും, ഇന്റഗ്രൽ, അതായത് ഇന്റഗ്രേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്. സമ്മേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റഗ്രേഷൻ ചെയ്യുക. ഇന്റഗ്രേഷൻ ഓഫ് ഡി ബി സൈൻ ഫൈ എന്നുള്ള അതിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഡി ബിയുടെ വാല്യൂ നമുക്ക് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതിനെ ഇൻറ്റു സൈൻ ഫൈയും കൂടെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്റഗ്രേഷൻ ഓഫ് μ0/4π × IdL / a² + x² × സൈൻ ഫൈ. ഡി ബിയുടെ സ്ഥാനത്ത് ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഞാൻ ഇവിടെ ചെയ്തത്. അപ്പോൾ ഇന്റഗ്രേഷൻ നമ്മളവിടെ തുടങ്ങിയാണ്. ഈ ഇന്റഗ്രേഷൻ കണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട.
സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഒന്നിനെ അല്ല ഇന്റഗ്രേഷൻ ചെയ്യുന്നത്, ഒറ്റ ഒരാളെ മാത്രമാണ്, DL എന്ന് പറയുന്ന ഒരാളെ മാത്രമാണ് ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്റഗ്രേഷൻ ഇട്ടിട്ട് അയ്യോ ഈ എല്ലാ ക്വാണ്ടിറ്റിയും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരുമോ എന്നൊന്നും പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഈ ഒരാളെ മാത്രമേ ഇന്റഗ്രേഷൻ മെത്തേഡിലൂടെ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. നമ്മൾ അതുപോലെ എഴുതുകയാണ് ഇന്റഗ്രേഷൻ ഓഫ് μ0 ഡിവൈഡ് ബൈ 4π ഇൻറ്റു IDL ബൈ a² പ്ലസ് x². ഇനി ആരെ കണ്ടുപിടിക്കണം? സൈൻ ഫൈയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. എന്താണ് സൈൻ ഫൈ? ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടത്തെ ആംഗിൾ ആണ് ഫൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 6. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു സൈൻ ഫൈ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? സൈൻ ഫൈ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എന്ന് പറയുന്ന എ ആണ്, എ ഡിവൈഡ് ബൈ 6 ആണ്. 6ന്റെ വാല്യൂ എന്താണ്? √a² പ്ലസ് x². അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. √a² പ്ലസ് x² എന്നതാണ് 6ന്റെ വാല്യൂ. അത് ഞാൻ ഇവിടെ എടുത്ത് എഴുതി. ക്ലിയർ? അപ്പോൾ ഇനി നമുക്ക് സൈൻ ഫൈയുടെ വാല്യൂവില് നമുക്ക് ഈ ക്വാണ്ടിറ്റി അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? a ഡിവൈഡ് ബൈ √a² പ്ലസ് x². ഞാൻ ഈ √a² പ്ലസ് x²നെ എനിക്ക് വേണമെങ്കിൽ ഇതിനെ ഈ റൂട്ട് മാറ്റിയിട്ട് ഒരു പവർ ആയിട്ട് എഴുതിക്കൂടെ? പവർ ആയിട്ട് എഴുതുമ്പോൾ റൂട്ടിനെ എങ്ങനെ എഴുതും? 1 ഡിവൈഡ് ബൈ 2. അതായത് 1/2 എന്നതാണ് പവറിന്റെ നമ്മൾ എന്താണ് റൂട്ടിനെ പവർ ആയിട്ട് എഴുതുമ്പോൾ 1/2 എന്നല്ലേ ഉപയോഗിക്കുന്നത്. √2നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം 2⁻1/2 എന്ന് എഴുതാം. അതാണ് പവർ ആയിട്ട് എഴുതുന്നത്, റൂട്ടിനെ പവർ ആയിട്ട് എഴുതുന്നത് അങ്ങനെ. അപ്പോൾ നമുക്ക് √a² പ്ലസ് x² ആയിരുന്നു. നമ്മളത് പവർ ആയിട്ട് എഴുതുമ്പോൾ റൂട്ട് മാറ്റിയിട്ട് a² പ്ലസ് x² പവർ 1/2 എന്ന് എഴുതാം. ഓക്കെ, പവർ ആയിട്ട് എഴുതുമ്പോൾ അങ്ങനെ ചെയ്യണം. ഓക്കെ, ഞാൻ ഇനി ബാക്കി കാര്യങ്ങൾ അടുത്ത സ്ലൈഡിൽ പറയാൻ പോവാണ്. നമ്മൾ ആ ഇക്വേഷൻ നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ എന്താണ്? ഇന്റഗ്രേഷൻ ഓഫ് μ0 ഡിവൈഡ് ബൈ 4π ഇൻറ്റു IDL ഡിവൈഡ് ബൈ a² പ്ലസ് x² ഇൻറ്റു a ഡിവൈഡ് ബൈ a² പ്ലസ് x². അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്കിനി ഇന്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ? ഞാൻ പറഞ്ഞു ഇന്റഗ്രേഷൻ കണ്ടത് കൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതിനെയൊന്നും നമ്മളല്ല, എല്ലാത്തിനെയും നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ ഒറ്റ ക്വാണ്ടിറ്റിയെ മാത്രമേ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുള്ളൂ. DL എന്ന് പറയുന്ന ഈ ചെറിയ ക്വാണ്ടിറ്റിയെ മാത്രം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ബാക്കിയുള്ളതിനെല്ലാം ഇപ്പുറത്ത് കൊണ്ടുവന്നു. μ0 ഡിവൈഡ് ബൈ 4π ഇൻറ്റു I ഡിവൈഡ് ബൈ a² പ്ലസ് x², a ഡിവൈഡ് ബൈ a² പ്ലസ് x² റേസ് ടു 1/2 ഇന്റഗ്രൽ DL. ഈ ഇന്റഗ്രൽ DL എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മളിവിടെ ഒരു സർക്കുലാർ പോർഷന്റെ, സർക്കുലാർ കണ്ടക്ടറിന്റെ ഒരു ചെറിയ പോർഷനാണ് DL. അപ്പോൾ ഇന്റഗ്രൽ DL എന്ന് പറഞ്ഞാൽ ഈ ചെറിയ പോർഷൻസിനെ എല്ലാത്തിനെയും കൂടെ കൂട്ടി എഴുതുക. ചെറിയ പോർഷൻസിനെ എല്ലാം കൂടെ കൂട്ടി എഴുതിയാൽ നമുക്ക് അവസാനം ഹോൾ സർക്കിൾ തന്നെ കിട്ടുമല്ലോ. ആ ഫുൾ സർക്കിൾ തന്നെ നമുക്ക് കിട്ടൂലേ? ഈ DL എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ DL എന്ന് പറയുന്നത് ചെറിയ ക്വാണ്ടിറ്റീസ് വെച്ചായിരിക്കും ഈ സർക്കിൾ മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ചെറിയ പോയിന്റ് DLനെ നമുക്ക് വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും കൂടെ കൂട്ടി എഴുതിയാൽ നമുക്ക് ഈ സർക്കിളിന്റെ പെരിമീറ്റർ കിട്ടത്തില്ലേ? അതായത് ഹോൾ സർക്കിൾ തന്നെ കിട്ടത്തില്ലേ? അതായത് ഇന്റഗ്രൽ DL എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, 2πa. അതായത് 2πr ആണ്, റേഡിയസ് ഇവിടെ a ആണ്, അതുകൊണ്ട് 2πa എന്ന് പറയാം. അപ്പോൾ ഇന്റഗ്രൽ DL എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ക്വാണ്ടിറ്റി DLനെ നമ്മളൊന്ന് എന്ത് ചെയ്യണം? സം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിനെ എല്ലാത്തിനും കൂടെ നമ്മളൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കാം. ചെറിയ DLനെ നമ്മൾ 5-6 DLs ഇങ്ങനെ വെച്ച് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആ സർക്കിൾ തന്നെ കിട്ടും. അപ്പൊ ഇന്റഗ്രൽ DL എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സിന് ഇന്റഗ്രൽ DL എന്ന് നമ്മളെല്ലാം കൂടെ കൂട്ടി വെക്കുക. അപ്പൊ കൂട്ടി വെക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സർക്കിളിന്റെ പെരിമീറ്റർ കിട്ടും. എന്താണ്? 2πa. അതാണ് സർക്കിളിന്റെ പെരിമീറ്റർ. അപ്പോൾ ഞാൻ അത് അടുത്ത സ്റ്റെപ്പിൽ എഴുതുകയാണ്. μ0 ഡിവൈഡ് ബൈ 4π ഇൻറ്റു L ബൈ a². ഇതുപോലത്തെ a ഡിവൈഡ് ബൈ a² പ്ലസ് x² റേസ് ടു 1/2. ഈ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി ഇന്റഗ്രൽ DL എന്താണെന്ന് ഞാൻ പറഞ്ഞു. 2πa ഇൻറ്റു 2πa എന്ന് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇന്റഗ്രേഷൻ അവിടെ പൂർത്തിയായി. മനസ്സിലായോ? അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഭയങ്കര ഇതായിരിക്കും, അയ്യോ ഇത്രയും ഇതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? അപ്പോൾ ക്ലിയർ ആയിട്ട് ഇന്റഗ്രേഷൻ മനസ്സിലായില്ലേ? നമ്മൾ ഈ ചെറിയ DL എന്ന് പറയുന്ന ക്വാണ്ടിറ്റി മാത്രമേ ഇന്റഗ്രേഷൻ ചെയ്യുന്നുള്ളൂ. ഇന്റഗ്രൽ DL എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, 2πa. അതായത് ഈ സർക്കിളിന്റെ പെരിമീറ്റർ. ക്ലിയർ? അപ്പോൾ നമ്മൾ അത്ര എഴുതി. ഇനി ഞാൻ ഈ 2πa കുറച്ചും കൂടെ ഇങ്ങോട്ട് എഴുതുകയാണ്. കുറച്ചും കൂടെ ഇങ്ങോട്ട് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 2πയും 4πയും വെട്ടിപ്പോയി. ക്ലിയർ? ഇവിടെ 2π ഉണ്ട് 4π ഉണ്ട്, അത് നമ്മൾ വെട്ടിക്കളയാം. അപ്പോൾ എന്ത് ചെയ്യാ? 2πയും 4πയും നിന്നും വെട്ടിപ്പോയി. അവിടെ എന്ത് വന്നു? 2 വന്നു. ക്ലിയർ? ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇവിടെ പയ്യും വെട്ടിപ്പോയി. അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിച്ചു പയ്യും വെട്ടിപ്പോയി.
2ഉം 4ഉം. അപ്പൊ ഇവിടെ 1 ഇവിടെ 2, അങ്ങനെയാണ് അവിടെ 2 വന്നത്. ക്ലിയർ? അപ്പോൾ μ0 പുതിയ ഇക്വേഷൻ ഇതാണ്. μ0 ഡിവൈഡ് ബൈ 2 ഇൻറ്റു L ഡിവൈഡ് ബൈ a സ്ക്വയർ പ്ലസ് x സ്ക്വയർ a ഇൻറ്റു a സ്ക്വയർ ആവും. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം. a ഇൻറ്റു a ഡിവൈഡ് ബൈ a സ്ക്വയർ പ്ലസ് x സ്ക്വയർ ഹോൾ റൈസ് ടു 1/2. ക്ലിയർ? ഇനി നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമുക്കിവിടെ ഒരു ഇവിടെ a സ്ക്വയർ പ്ലസ് x സ്ക്വയർ, ഇവിടെ ഈ ബ്രാക്കറ്റിനകത്തും a സ്ക്വയർ പ്ലസ് x സ്ക്വയർ. ഇത് നമുക്ക് കാണുമ്പോൾ മാത്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ നമ്മളെ മനസ്സിലേക്ക് ഓടിയെത്തും. ആ ഇക്വേഷൻ ഞാൻ സൈഡിൽ എഴുതിയിട്ടുണ്ട്. a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു n ഇസ് ഈക്വൽ ടു a റൈസ് ടു m പ്ലസ് 8 എന്നുള്ള ഇക്വേഷൻ. ആ ഇക്വേഷൻ അറിയാമെങ്കിൽ അതിനെ ഇതിനുമായി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എയുടെ സ്ഥാനത്ത് ഞാൻ ഈ എഴുതിയിരിക്കുന്ന കാര്യം ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. എയുടെ സ്ഥാനത്ത് a സ്ക്വയർ പ്ലസ് x സ്ക്വയർ, എമ്മിന്റെ സ്ഥാനത്ത് 1. അത് തന്നെയല്ലേ ഇപ്പുറത്ത് വന്നിട്ടുള്ളത് a സ്ക്വയർ പ്ലസ് x സ്ക്വയർ, അതായത് a. ഓക്കെ, റൈസ് ടു n 1/2. അപ്പൊ എങ്ങനെ വരും? a റൈസ് ടു m പ്ലസ് n. അതായത് ഇത് രണ്ട് കോമൺ അല്ലേ, അതായത് രണ്ട് a സ്ക്വയർ പ്ലസ് x സ്ക്വയർ അല്ലേ. അപ്പോ a സ്ക്വയർ പ്ലസ് x സ്ക്വയർ റൈസ് ടു ഇതിന്റെ പവേഴ്സിന്റെ അഡിഷൻ ആണ് 1 പ്ലസ് 1/2. എന്താണ് 1 പ്ലസ് 1/2? നമ്മുടെ അവിടെ എന്താണ് ഫ്രാക്ഷന്റെ അഡിഷൻ ചെയ്യുക. അതായത് കോമൺ ആയിട്ട് 2 എഴുതുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 പ്ലസ് 1 3/2 എന്നതാണ് നമുക്ക് പവർ ആയിട്ട് ഇവിടെ എഴുതുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എങ്ങനെയായിരിക്കും? a സ്ക്വയർ പ്ലസ് x സ്ക്വയർ റൈസ് ടു 3/2 എന്നാണ് ഉത്തരം. അപ്പോൾ നമുക്ക് അവിടെ അടുത്ത സ്റ്റെപ്പിൽ അത് എഴുതാം. b is equal to μ0 ഡിവൈഡ് ബൈ i ഇൻറ്റു a സ്ക്വയർ. a ഇൻറ്റു a ആണ് a സ്ക്വയർ. a ഇൻറ്റു a ചെയ്യുമ്പോൾ a സ്ക്വയർ കിട്ടും. ഡിവൈഡ് ബൈ 2 ഇൻറ്റു a സ്ക്വയർ പ്ലസ് ഇതിന് എത്രയിലെ നമ്മൾ എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? a സ്ക്വയർ പ്ലസ് x സ്ക്വയർ ഹോൾ റൈസ് ടു 3/2. എങ്ങനെയാണ് വന്നത്? നമ്മൾ ഈ തിയറം ഇവിടെ അപ്ലൈ ചെയ്തു. a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു n ഇസ് ഈക്വൽ ടു a റൈസ് ടു m പ്ലസ് എന്നുള്ള മാത്സിലെ ഇക്വേഷൻ അത് നമ്മളവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ഇക്വേഷന്റെ സ്ഥാനത്ത് ഇത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അവിടെ 1/2 എന്ന ഈ എമ്മും എന്നും ആരാണ്? 1ഉം 1/2. അപ്പോൾ ഇതിന്റെ പവേഴ്സ് നമ്മൾ ആഡ് ചെയ്യാം. 1 പ്ലസ് 1/2, അതായത് a റൈസ് ടു m പ്ലസ് n, a സ്ക്വയർ പ്ലസ് x സ്ക്വയർ ഹോൾ റൈസ് ടു 1 പ്ലസ് 1/2, അതായത് 3/2. അത് നമ്മളിവിടെ എഴുതി. a സ്ക്വയർ പ്ലസ് x സ്ക്വയർ ഹോൾ റൈസ് ടു 3/2. ഇതാണ് എന്ത്? ഈ സർക്കുലാർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് അകലെ മാറിയ ഒരു പോയിന്റ് പി ഉണ്ടെങ്കിൽ ആ പിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ബി ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡ് ബൈ μ0 i a സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു a സ്ക്വയർ പ്ലസ് x സ്ക്വയർ ഹോൾ റൈസ് ടു 3/2. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു എക്സെപ്ഷനും കൂടെ നിങ്ങളത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഈ പോയിന്റ് ഇതിന്റെ സെന്ററിലാണ് വരുന്നതെങ്കിൽ, ഈ പോയിന്റ് പി ഇതിന്റെ സെന്ററിലായിരുന്നു എങ്കിൽ എങ്ങനെയായിരിക്കും ഇക്വേഷൻ മാറുന്നത്? അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കി പോവാ. അപ്പൊ ഇവിടെ ഈ പോയിന്റ് ഇവിടെ വരികയാണെങ്കിൽ എക്സ് എന്താവും? 0 ആവും. ആ എക്സ് 0 ആവുന്ന സന്ദർഭം അവിടെ നമ്മൾ എക്സ് 0 ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവസാനം a സ്ക്വയർ റേസ് ടു 3/2. ഇത്രയും പോയാൽ പിന്നെ ആരേ ഉള്ളൂ? a സ്ക്വയർ റേസ് ടു 3/2. അപ്പോൾ ഈ 2 2 ക്യാൻസൽ ആവും, a ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അത് ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്. എങ്ങനെയാണ് നമ്മൾ ഇതിലെത്തിയത്? ആദ്യം നമ്മൾ ഡി എൽ എന്ന പോയിന്റ്, സ്മോൾ പോയിന്റ് എടുത്തിട്ട് ആ ഡി എൽ കാരണം പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ബി, അതായത് ടോട്ടൽ ഈ സർക്കുലാർ കണ്ടക്ടറിന്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ക്യാപിറ്റൽ ലെറ്റർ ബി കണ്ടുപിടിച്ചു. അതിന് നമ്മൾ ഡി എൽ കണ്ടുപിടിച്ച ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ അവിടെ ആരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്തത്? ആ ഡി എൽ എന്ന് പറഞ്ഞ പോർഷൻ മാത്രമാണ് ഇന്റഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അത് എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഹോൾ സർക്കിൾ തന്നെ വരും. അപ്പോൾ നമ്മൾ ആ ഡി എൽ ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ 2πa ആണ്. അപ്പോൾ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് അവസാനം നമ്മൾ അങ്ങനെ സോൾവ് ചെയ്ത് നമ്മുടെ അവസാനത്തെ ഉത്തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ബി ഈസ് ഈക്വൽ ടു μ0 i a സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു a സ്ക്വയർ പ്ലസ് x സ്ക്വയർ ഹോൾ റൈസ് ടു 3/2. ഓക്കെ, ഇത് ഡെറിവേഷൻ ആണ്. ഡെറിവേഷൻ ആകുമ്പോൾ ഇത്തിരി പാട് വരും. ഓക്കെ, ഇത്തിരി പ്രശ്നമാണ് പഠിക്കാൻ. ഓക്കെ, അത് നമ്മൾ ആദ്യം ഒന്നും കൂടെ ആ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി തന്നെ പഠിച്ചാൽ നമുക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ബി കണ്ടുപിടിച്ചു. ഇനി ഒരു ചെറിയൊരു കാര്യം, അതായത് ഇത് നമ്മൾ ഇപ്പോൾ ഒരു സർക്കിളിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി n ടേൺസ് ഉള്ള കാര്യം പറഞ്ഞാൽ ഒരു കോയിൽ നമ്മൾ കൺസിഡർ ചെയ്ത, കോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ എത്ര വേണമെങ്കിലും അത് ചുറ്റുകൾ വരാം. ഓക്കെ, അപ്പോൾ ഒരു സർക്കിൾ ഇതാണ്. നമ്മളെ കോയിൽ എന്ന് പറയുമ്പോൾ ധാരാളം സർക്കിളുകൾ ചേർന്ന് ചുറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ കുറേ സർക്കിളുകൾ കാണും അല്ലേ? അപ്പോൾ
ഒരു സർക്കുലാർ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ ഇക്വേഷൻ ഇതാണെങ്കിൽ n ടേൺസ് ഉള്ള ഒരു കോയിലിന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ n എന്ന് പറയുന്ന എത്ര ടേൺസ് ഉണ്ടോ അത്രയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇത് ഒരു ചുറ്റാണ്. ഇതുപോലെ കുറെ ചുറ്റുകൾ ചേർന്ന് കോയിൽ വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? എന്നങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇതിന്റെ കൂടെ ആരും കൂടെ വരും? എന്നും കൂടെ വരും, ക്യാപിറ്റൽ എന്നും കൂടെ വരും. അത് മാത്രമേ ഉള്ളൂ ഇത് തമ്മിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ഇവിടെ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് നമ്മളിവിടെ കണ്ടെത്തിയത്. അത് n ടേൺസ് ഉണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ എങ്ങനെ? ഈ ഇക്വേഷൻ്റെ കൂടെ n അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ. ക്ലിയർ? ഇനി നമുക്കൊരു ചെറിയ ടോപ്പിക് കുളോംസ് ലോയും ബയോട്ട് സാവർട്ട് ലോയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. നമുക്ക് അതൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് അതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രമേ പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. കാരണം കുറെ നേരമായി. ഓക്കെ, അപ്പോൾ നമുക്ക് കൂളോംസ് ലോയും ബയോട്ട് സാവർട്ട് ലോയും തമ്മിലുള്ള ഈ കമ്പാരിസൺ ഇങ്ങനെയാണ്. നമ്മുടെ കൂളോംസ് ലോ, നമ്മൾ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച കൂളോംസ് ലോയുടെ പറയുന്നത് എന്താണ്? കൂളോംസ് ലോ പറയുന്നത് എന്താണ്? അതായത് രണ്ട് ചാർജസ് ഒരു ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ചാർജസിലും തമ്മിൽ ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ, അതിനെ പറയുന്ന പേരാണ് കൂളോംസ് ലോ. അത് അപ്പോൾ എന്തിനെ പറ്റി പറയുന്നതാണ്? ഫോഴ്സിനെ പറ്റി പറയുന്നത്. നമ്മുടെ ബയോട്ട് സാവർട്ട് ലോ എന്താണ് പറയുന്നത്? അതായത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് അകലെ മാറി ഒരു പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ ആ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് നമ്മുടെ ബയോട്ട് സാവർട്ട് ലോ പറയുന്നത്. അപ്പോൾ കൂളോംസ് ലോ ഫോഴ്സ് ആണെങ്കിൽ ബയോട്ട് സാവർട്ട് ലോ പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയാണ്. ക്ലിയർ? ഒന്നാമത്തെ കമ്പാരിസൺ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂളോംസ് ലോയിൽ പറഞ്ഞതാണ്. കൂളോംസ് ലോ എന്ന് പറയുന്ന ഇക്വേഷൻ 1/4πε0 ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ r² എന്നതാണ് കൂളോംസ് ലോയുടെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ അവിടെ ഒരു കാര്യം കണ്ടു, Q1 Q2 ഡിവൈഡഡ് ബൈ r² എന്നാണ്. ഡിവൈഡഡ് ബൈ r² എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്നതാണ് അവിടെ പറയുന്നത്. അത് എന്താണെന്നൊന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നിങ്ങൾ പഠിക്കണ്ട. ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ് നമ്മുടെ കൂളോംസ് ലോ പറയുന്നത്. എന്തുകൊണ്ടാണ്? ആ ഡിനോമിനേറ്ററിൽ r² ഒരു സ്ക്വയർ കമ്പോണന്റ് ആണ് ഉള്ളത്. ഇൻവേഴ്സ് സ്ക്വയർ ലോ r ഡിവൈഡഡ് ബൈ r², അത് കൂളോംസ് ലോയിൽ പറയുന്നുണ്ട്. ഇനി നമ്മുടെ ബയോട്ട് സാവർട്ട് ലോ എടുത്താലും ബയോട്ട് സാവർട്ട് ലോയുടെ ഇക്വേഷൻ എന്തായിരുന്നു? dV = μ0/4π × IDL sin θ/r². ഇവിടെയും ഡിവൈഡ് ബൈ r² ഇല്ലേ? അപ്പോൾ ഇതും എന്താണ്? ഇൻവേഴ്സ് സ്ക്വയർ ലോ ആയിരുന്നു. മറ്റേ കൂളോംസ് ലോയിൽ എന്തായിരുന്നു? 1/4π × ε0 × Q1 Q2, അവിടെ ഡിവൈഡഡ് ബൈ r² ഉണ്ടായിരുന്നു. ഇവിടെയും ഡിവൈഡഡ് ബൈ r² ഉണ്ട്. അപ്പോൾ അതും ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. ഇതും ഇൻവേഴ്സ് സ്ക്വയർ ലോ പറയുന്ന ഒരു എക്സ്പ്രഷൻ ആണ് ഉള്ളത്. ക്ലിയർ? ഇപ്പോൾ രണ്ട് കാര്യങ്ങളും പഠിച്ചു. ഇനി മൂന്നാമത്തെ ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൂളോംസ് ലോ എന്ന് പറയുന്ന സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അതായത് നമ്മൾ നടുക്കൊരു ചാർജ് ഉണ്ട്, Q1 എന്നുള്ള ചാർജ്. ഈ Q1 എന്നുള്ള ചാർജിന് ചുറ്റുമായിട്ട് കുറേ ചാർജസ് ഉണ്ടെങ്കിൽ ആ ചുറ്റുമുള്ള ചാർജസ് കാരണം ഈ Q1 എന്നുള്ള ഈ ചാർജിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ആ എല്ലാത്തിനും കൂടെ നമ്മൾ ആഡ് ചെയ്ത് എഴുതുമല്ലേ? അതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതേ കാര്യം ആരിലും ഉണ്ട്? ബയോട്ട് സാവർട്ട് ലോയിലും ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൂളോംസ് ലോയും ബയോട്ട് സാവർട്ട് ലോയും തമ്മിലുള്ള കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് എന്നുള്ള ഫോഴ്സിനെ പറ്റിയാണ് കൂളോംസ് ലോ പറയുന്നതെങ്കിൽ ബയോട്ട് സാവർട്ട് ലോ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയാണ് പറയുന്നത്. രണ്ടും ഇൻവേഴ്സ് സ്ക്വയർ ലോയെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ രണ്ടും ഒബേ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നോക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണ് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, താങ്ക്